പറയാൻ വരുന്നത് സീറ്റ് കിട്ടാതെ പോയ രണ്ട് പ്രതിഭകളെ കുറിച്ചാണ്. ഇന്ത്യൻ പാർലമെന്റിൽ തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടിയിരുന്ന, പാർലമെന്റിന് ഒരു അലങ്കാരമായി തീരേണ്ടിയിരുന്ന രണ്ട് പേർ. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. ഒരാൾ നമ്മുടെ സഖാവ് ചിന്താ ജെറോമാണ്. കൊല്ലത്ത് കൂടുതൽ പുള്ളിംഗ് പവറുള്ളൊരു സ്ഥാനാർത്ഥിയാണ് വേണ്ടിയിരുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അതിന് ചിന്താ ജെറോമിനോട് പറ്റിയ വേറൊരാൾ ഉണ്ടായിരുന്നില്ല. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. പക്ഷെ ആ സഖാവിനെ പാർട്ടി എന്തുകൊണ്ടോ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല. അവരാണെങ്കിൽ ഇപ്പോൾ യുവജന ക്ഷേമ കമ്മീഷൻ്റെ ഉത്തരവാദിത്വം ഒഴിഞ്ഞു. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. പ്രത്യേകിച്ച് ചുമതലകളൊന്നും ഇല്ലാതെ സന്തോഷവതിയായി ഉല്ലാസവതിയായി കഴിയുകയാണ്. ആളാണെങ്കിൽ ഇംഗ്ലീഷ് MA മാത്രമല്ല, ഇംഗ്ലീഷിൽ ഡോക്ടറേറ്റ് കൂടിയുള്ള ആളാണ്. പൊളിറ്റിക്സ് ഈസ് ദി ഇമ്പോസിബിലിറ്റി ഓഫ് ദി പോസിബിലിറ്റി ഓഫ് ദി ഇമ്പോസിബിലിറ്റി എന്ന രീതിയിൽ Politics is the art of changing impossible things of today to the possible things of tomorrow. വലിയ ഭയങ്കരമായ ഒരു രാഷ്ട്രമീമാംസാ തത്വം അവതരിപ്പിച്ച ആൾ കൂടിയാണ്. അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിന് തന്നെ പുതിയൊരു പരിപ്രേക്ഷ്യം നൽകുന്നതിന് ഈ സഹോദരി പോയിരുന്നെങ്കിൽ കൂടുതൽ നന്നാകുമായിരുന്നു. പാർലമെൻറ്റിൻ്റെ ചൈതന്യം എന്നു, ഇന്ത്യൻ പാർലമെൻറ്റിലെ മണികിലുക്കം എന്നൊക്കെ അറിയപ്പെട്ടത് ചിന്തേച്ചി ആയിരുന്നെങ്കിൽ പൊളിച്ചേന് എന്നാണ് ചെറുപ്പക്കാർ പറയുന്നത്. ചിന്തയില്ലാത്ത ചിന്താവിയോഗം അല്ലെങ്കിൽ ചിന്താ ദാരിദ്ര്യം ഇന്ത്യൻ പാർലമെന്റിനെ ബാധിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതുപോലെ തന്നെ പരിഗണിക്കപ്പെടേണ്ടിരുന്ന ഒരാളാണ് പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ സഖാവ് PM ആർഷു. ഇനി അഥവാ കഷ്ടകാലത്തിന് BJPക്കാണ് പാർലമെന്റിൽ ഭൂരിപക്ഷം കിട്ടുന്നെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേരെ വിരൽ ചൂണ്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു നേരം പോക്ക് വേണ്ടേ? ആരിഫ് ഖാനെ തെമ്മാടി ഇറങ്ങി പാടാ ഊച്ചാളി എന്ന് വിളിച്ച പോലെ നരേന്ദ്രമോദിയെക്കുറിച്ചൊരു മുദ്രാവാക്യം വിളിക്കാനായിട്ട് ആർഷോ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ എന്ന് ഏതൊരു ഇടതുപക്ഷക്കാരൻ, ഏതൊരു നവോത്ഥാനവാദി, ഏതൊരു പുരോഗമന ചിന്താധികാരനും ആഗ്രഹിച്ചു. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ.